താഴ്വാരം, ഉത്തരം, സതയം. ഇവ മൂന്നും ഒരേ രീതിയിലുള്ള തിരക്കഥകളാണ്. അതായത് ചെറിയ ഫ്ലാഷ് ബാക്കുകളിലൂടെ കഥ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതാണ്. അതായത് ഒരു ഉള്ളി തൊണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ പറഞ്ഞ് കഥ തീർന്നു പോവുകയാണ്. വളരെ നല്ല രീതിയിലുള്ള തിരക്കഥയാണ് ഇവ മൂന്നും. ഈ 3 ചലച്ചിത്രങ്ങളിലെയും വിഷയം അതുതന്നെയാണ് പ്രധാനമായും ഈ 3 ചിത്രങ്ങളുടെയും മൂല്യം കണക്കാക്കുമ്പോൾ അവയെ മുന്നിൽ നിർത്തുന്നത്. ഒരു വിദേശ എഴുത്തിനെ അവലംബമായാണ് MT രചന നിർവഹിച്ചിരിക്കുന്നത്. മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് സെലീന. വയസ്സ് 27. സെലീനയുടെ ഭർത്താവ് മാത്യു ഒരു പ്ലാനറാണ്. വീട്ടിലെ ചുവരിൽ തൂക്കിയിരുന്ന തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടി സെലീന കൊല്ലപ്പെടുന്നു. സെലീന കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് മാത്യുവിൻ്റെ സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ ബാലു എത്തുന്നത്. സെലീന മരിച്ചത് അപകടത്തിലല്ല, ആത്മഹത്യയായിരുന്നുവെന്ന് മാത്യു ബാലുവിനോട് പറയുന്നു. സെലീനയുടെയും മാത്യുവിൻ്റെയും കുടുംബജീവിതം വളരെ സന്തുഷ്ടമായിരുന്നു. എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന സെലീന എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്ത ദിവസം മാത്യുവിനെ തോട്ടത്തിലേക്ക് സന്തോഷത്തോടെ യാത്രയാക്കുകയും വീട്ടിലെ ജോലിക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് അല്പം കഴിഞ്ഞാണ് സെലീന ആത്മഹത്യ ചെയ്യുന്നത്. എന്തായിരിക്കും സെലീന ആത്മഹത്യ ചെയ്യാൻ ഉള്ള കാരണം? ഇത് തൻ്റെ സുഹൃത്തായ ബാലുവിനോടൊന്ന് അന്വേഷിക്കണമെന്ന് മാത്യു പറയുന്നു. സെലീനക്ക് പറയാനായി ആകെ ഒരു ബന്ധുവേ ഉണ്ടായിരുന്നുള്ളൂ. മോളി ആൻറ്റിയാണത്. സെലീന അവരുടെ ബന്ധുവല്ലെന്നും ഏതോ ഒരു പാതിരി പറഞ്ഞതനുസരിച്ച് ബന്ധുവാണെന്ന് പറയുകയായിരുന്നെന്നും ബാലു മനസ്സിലാക്കുന്നു. കുര്യാക്കോസ് അച്ഛൻ എന്ന ആ പാതിരി മരിച്ചതിനാൽ അന്വേഷണം തടസ്സപ്പെടുന്നു. കുര്യാക്കോസ് അച്ഛൻ പള്ളിയിലിരുന്ന സമയത്തുള്ള കപ്പ്യാരുമായി ബാലു ബന്ധപ്പെടുന്നു. കപ്പ്യാരിൽ നിന്ന് ചില വിവരങ്ങൾ മനസ്സിലാക്കുന്നു. സെലീന ഊട്ടിയിലെ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നതെന്നും ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ മകളായിരുന്നു നാട്ടിലെ കൂട്ടെന്നും അയാൾ പറയുന്നു. ബാലു ശ്യാമള മേനോൻ്റെ അടുത്തെത്തുന്നു. ശ്യാമള അവിവാഹിതയാണ്. ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അവൾ നയിക്കുന്നത്. കോളേജ് അധ്യാപികയാണ്. സെലീനയുടെ സ്കൂൾ ജീവിതത്തെപ്പറ്റി ശ്യാമളയോട് ബാലു അന്വേഷിക്കുന്നു. സെലീന ഊട്ടിയിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളറ പിടിപെടുകയും അവളുടെ അച്ഛൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ തിരക്കാൻ ബാലു പ്രിൻസിപ്പലിനെ കാണുന്നു. പ്രിൻസിപ്പൽ പറയുന്നത് കോളറയൊന്നുമായിരുന്നില്ല, അവൾക്ക് ഗർഭമായിരുന്നു. അത് കാരണം സെലീന കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു. കുന്നത്തൂരച്ഛൻ എന്ന് പറയുന്ന പാതിരിയുടെ മകളായിരുന്നു സെലീന. പ്രിൻസിപ്പൽ വിവരം അറിയിക്കുമ്പോൾ അയാൾ അവിടെ എത്തി അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഭാഗത്തുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ഗൈനക്കോളജി വിഭാഗം
അറ്റൻഡർ വഴി സെലീനയെ പറ്റി ചില കാര്യങ്ങൾ അറിയുന്നു. 16 വയസ്സുള്ള സെലീന അവിടെ വന്നപ്പോൾ അവൾ എങ്ങനെയാണ് ഗർഭിണിയായതെന്ന് അവൾക്കറിയിട്ടില്ലെന്നും അവളെ ആരും സ്പർശിച്ചിട്ടില്ലെന്നും അവൾ പറയുന്നു. അവൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുന്നു. കന്യകയിലുണ്ടായ കുട്ടി എന്നർത്ഥത്തിൽ അവൾ അതിന് ഇമ്മാനുവേൽ എന്ന് പേരിടുന്നു. പ്രസവാനന്തരം കുട്ടിയെ അനാഥാലയത്തിന് നൽകി പാതിരി അവളുമായി നീങ്ങുന്നു. സെലീനയെ മറ്റൊരു പാതിരിയുടെ സഹായത്തോടെ അവളുടെ മോളി ആൻറ്റിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. മോളി ആൻറ്റിയോടൊപ്പം നിൽക്കുമ്പോൾ മാത്യു അവളെ പരിചയപ്പെടുകയും അവളെ വിവാഹം ചെയ്യുകയുമാണ് ഉണ്ടായത്. വീണ്ടും സെലീനയുടെ സ്കൂൾ ജീവിതത്തെപ്പറ്റി ശ്യാമളയോട് ബാലു അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ അവർ ഇരുവരും ഒരു ദിവസം ഊട്ടിയിലെ കമ്പിളി വിൽക്കുന്നവരുടെ ന്യൂ ഇയർ ആഘോഷത്തിന് പങ്കെടുക്കുകയും ചെയ്തു. അന്ന് ഡ്രഗ്സ് യൂസ് ചെയ്ത് വഴിയിൽ ബോധമറ്റ് കിടന്നിരുന്ന അവരെ 2 നേപ്പാളി യുവാക്കൾ ലൈംഗിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ബോധം വന്ന ഇരുവർ ദേഹത്ത് പോറൽ വീണത് മാത്രം ശ്രദ്ധിക്കുന്നു. എന്നാൽ സെലീന ഗർഭിണിയാവുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത ദിവസം ഉണ്ടായത് ഇതാണ്. പഴയ സാധനങ്ങൾ പെറുക്കിയെടുത്ത് വിറ്റ് ജീവിക്കുന്ന ഒരു ആൺകുട്ടി സെലീനയുടെ വീട്ടിൽ നിന്നൊരു പാത്രം മോഷ്ടിക്കുന്നു. അത് വീട്ടുജോലിക്കാരൻ കണ്ടുപിടിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് മോഷ്ടിച്ചതെന്ന് ചോദിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറയുകയും ഒടുവിൽ ആ കുട്ടിയോട് പേര് ചോദിക്കുകയും ചെയ്യുന്നു. കരഞ്ഞ് ഏങ്ങലടിച്ച ആ കുട്ടി അവൻ്റെ പേര് പറയുന്നു, ഇമ്മാനുവേൽ. അത് തൻ്റെ മകനാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇതാണ് ആത്മഹത്യക്ക് കാരണം. ഒരു ചലച്ചിത്രത്തിൻ്റെ മൂല്യമെന്നത് പ്രധാനമായും 3 ഘടകങ്ങൾ ആശ്രയിച്ചാണ്. അതിലാദ്യത്തേത് ആ ചിത്രം പ്രേക്ഷകരോട് എന്തു പറയുന്നു, അതിലെ വിഷയം എന്താണ് എന്നത് തന്നെയാണ്. രണ്ടാമത് ആ വിഷയം എങ്ങനെ പറയുന്നു, അതായത് തിരക്കഥ അതെങ്ങനെയാണ്, എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു, അതായത് അതിൻ്റെ സംവിധാനം. അതുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്രത്തിൻ്റെ എഴുത്ത് വളരെ പ്രധാനമാണ്. എന്നാൽ ഒരു തിരക്കഥാകൃത്തിനും വേണ്ടത്ര പ്രാധാന്യം പ്രേക്ഷകർ നൽകിയിട്ടില്ല. ആകെ ലഭിച്ചിരിക്കുന്നത് MT എന്ന എഴുത്തുകാരനാണ്. അത് സാഹിത്യ ലോകത്ത് അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ആ ഒരു പേരാണ് ചലച്ചിത്ര ലോകത്തേക്ക് വന്നപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മറ്റു തിരക്കഥാകൃത്തുകൾക്കൊന്നും ആ തിരക്കഥാകൃത്ത് എന്ന അംഗീകാരം പ്രേക്ഷകർ നൽകിയിട്ടില്ല. അവർക്കൊക്കെ അംഗീകാരം ലഭിച്ചത് അവർ സ്വന്തമായി സംവിധാനം ചെയ്തപ്പോൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചത് ചിത്രത്തിൻ്റെ എഴുത്തിനുള്ള പ്രാധാന്യം പ്രേക്ഷകർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കുറുക്കനും കോക്കാനും കാട്ടുപന്നിയും ഇറങ്ങുന്ന ഒരു മലമൂട്. അവിടെ ഒരു ചെറുപുരയിൽ ഒരച്ഛനും മകളും. ഏതോ മലവെള്ളപ്പായ്ച്ചലിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ട രാജു അവിടെ എത്തുന്നു. കയ്യിൽ പണവുമായി താഴ്വാരത്തെത്തിയ രാജുവിന് കൃഷിഭൂമി വാങ്ങാൻ സഹായിക്കുകയും അവരുടെ വീടിനോട് ചേർന്നുള്ള ചായ്പിൽ താമസിക്കാൻ അനുവദിക്കുകയുമായിരുന്നു അവർ. കുറച്ചു നാളുകൾക്ക് ശേഷം രാജുവിനെ തേടി
ബാലൻ എത്തുന്നു. രാജു പുറത്തുപോയ സമയത്താണ് ബാലൻ എത്തുന്നത്. ബാലൻ അച്ഛനെയും മകളെയും പരിചയപ്പെടുന്നു. ഒരു ലോറി വാങ്ങാൻ സ്വരൂപിച്ച പണം കള്ളൻ കൊണ്ടുപോയി എന്നാണ് ബാലൻ വീട്ടുകാരോട് പറയുന്നത്. എന്നാൽ പണം മോഷ്ടിച്ചത് രാജുവാണ്. ബാലൻ താൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നീങ്ങുന്നു. രാജുവും ബാലനും വഴിയിൽ വെച്ച് കാണുന്നു. ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിൽ കരിങ്കല്ലിൽ തലയിടിച്ച ബാലനെ രാജു കൊക്കയിലേക്ക് എറിയുന്നു. പിറ്റേന്ന് കൊച്ചുട്ടി ഒരു പശുക്കിടാവുമായി വരുമ്പോൾ അത് കൊക്കയുടെ സമീപത്തേക്ക് പോവുകയും അവിടെ കിടന്നിരുന്ന ബാലനെ കാണുകയും രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുപോരുകയും ചെയ്യുന്നു. ചെറിയ വീടായതിനാൽ ബാലൻ വീടിൻ്റെ വരാന്തയിൽ കിടക്കുന്നു. അടുത്ത ചായ്പിൽ രാജുവും. രാജു ബാലനെ വധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബാലൻ അതിജീവിക്കുന്നു. രാജുവും ബാലനും പണ്ട് വലിയ സുഹൃത്തുക്കളായിരുന്നു. ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്കുകളിലൂടെ ബാലന് രാജിയുമായുള്ള പ്രണയവും രാജുവിൻ്റെ കുറ്റവാസനയും അതോടൊപ്പം തന്നെ കൊലപാതകമടക്കമുള്ള അയാളുടെ കുറ്റകൃത്യങ്ങളും കാണിക്കുന്നു. ബാലൻ്റെയും രാജിയുടെയും കല്യാണ ദിവസം രാത്രി വീട്ടിലെ അടുക്കള ഭാഗത്തു നിന്നുള്ള ഒരു അനക്കം കേട്ട് ഉറങ്ങുകയായിരുന്ന രാജി എഴുന്നേൽക്കുന്നു. രാജി ബാലനെ എഴുന്നേൽപ്പിച്ചെങ്കിലും അയാളത് വല്ല എലിയുമായിരിക്കുമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നു. രാജി എഴുന്നേറ്റ് ചെല്ലുമ്പോൾ മോഷണത്തിനായി എത്തിയ രാജുവിനെ കാണുന്നു. അവൾ ഒച്ചയിടുമ്പോൾ രാജു അവളെ കുത്തി അവിടെ നിന്ന് ഓടിക്കളയുന്നു. രാജി ബാലൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നു. മനോഹരമായ തിരക്കഥയിലെ ഓരോ രംഗവും അതിമനോഹരമായാണ് വരദൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. എണ്ണച്ചായ ചിത്രങ്ങൾ പോലെ മനോഹരമായ ഫ്രെയിമുകളാണ് ചിത്രത്തിൻ്റെ ആകർഷണം. ഓരോ രംഗത്തിലും പശ്ചാത്തല സംഗീതം അതിൻ്റെ ഏറ്റവും കൃത്യമായ രീതിയിൽ എത്തിച്ചിരിക്കുകയാണ് ജോൺസൺ. ഈ 3 ചിത്രങ്ങളിലും പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് ജോൺസനാണ്. പശ്ചാത്തല സംഗീതം ഒരു സിനിമയെ എത്ര കണ്ട് ജീവൻ വെപ്പിക്കുമെന്നത് ജോൺസൺ പശ്ചാത്തല സംഗീതം നൽകിയ ചലച്ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതിമനോഹരമായി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം ഇനിയും കാണാത്തവർ യൂട്യൂബിലോ മറ്റോ നോക്കി കാണുകയാണ് വേണ്ടത്. ചിത്രത്തിൻ്റെ അവസാനം ബാലൻ രാജുവിനെ പന്നികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വെടിമരുന്നുകൾക്കിടയിൽ തല്ലിച്ചതച്ചിട്ട് തീ കൊളുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. താഴ്വാരം എന്ന ഈ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് ബാലൻ രാജുവിനെ കാണുന്ന ഒരു രംഗമുണ്ട്. രാജുവിനെ കൊല്ലുന്നതായുള്ള രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ആ രംഗം തീർച്ചയായും ഒഴിവാക്കേണ്ട രംഗമായിരുന്നു. അങ്ങനെ ഒരു ആവശ്യമേ ആ ചലച്ചിത്രത്തിന് ഇല്ല. അതാണ് ചിത്രത്തിലെ ആകെ ഒരു പോരായ്മയായി തോന്നിയത്. പിന്നീടുള്ളത് കൊക്കയിലേക്ക് വീഴുന്ന ഒരു രംഗമുണ്ട്. അത് ഒരു വലിയ കൊക്കയോ അങ്ങനെ ഒന്നും ആ ഭാഗത്ത് കാണാത്തൊരു രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു. അടുത്തത് സതയം. തീർത്തും ദയ അർഹിക്കാത്ത ഒരു കുറ്റവാളി എന്ന നിലയിൽ സത്യനാഥനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. കണ്ടം സെല്ലിലെത്തിയ അയാളുടെ കഥ ചെറിയ ഫ്ലാഷ് ബാക്കുകളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. സെല്ലിലെത്തുന്ന ജയ എന്ന സ്ത്രീയിലൂടെയും അവിടെ എത്തുന്ന
പാതിരിയിലൂടെയുമാണ് ഫ്ലാഷ് ബാക്കുകൾ കൂടുതലും പോകുന്നത്. 2 യുവാക്കളെയും 10-12 വയസ്സുള്ള പെൺകുട്ടികളെയുമാണ് സത്യനാഥൻ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട യുവാക്കളിൽ ഒരാളുടെ പേര് വിജയൻ. വിജയൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഡോക്ടറാണ്. അയാൾ ജയിൽ ഡോക്ടറായി ആ ജയിലിലെത്തുന്നു. തൻ്റെ മകനെ കൊന്നവനെ തൂക്കിലേറ്റിയതിന് ശേഷം മരിച്ചു എന്ന് ഉറപ്പുവരുത്തുകയാണ് അയാളുടെ ജോലി. ഒപ്പം തൂക്കിലേറ്റുന്നത് വരെയുള്ള ആരോഗ്യം നല്ല നിലയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം. ജയിൽ അധികൃതർ അയാൾക്ക് വേണ്ടി പ്രസിഡന്റിൻ്റെ ദയാഹർജിക്കായി അപേക്ഷിക്കുന്നുണ്ട്. സത്യനാഥൻ ഒരു ചിത്രകാരനാണ്. അയാളുടെ അമ്മ ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീയായിരുന്നു. ചെറിയ കുറ്റവാസനയുള്ള കുട്ടിയായിരുന്നു സത്യനാഥൻ ചെറുപ്പത്തിൽ. തീരെ മോശമായ ബാല്യമാണ് സത്യനാഥൻ്റേത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് കുറെ കൂടി ഭേദപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാനായി ഒരു പാതിരി ഇയാളെ അനാഥാലയത്തിലേക്ക് എടുത്തു വളർത്തുന്നു. സത്യനാഥൻ വലുതായപ്പോൾ അയാളെ വിജയൻ എന്ന ഒരു അഡ്വർടൈസിംഗ് കമ്പനി നടത്തുന്നയാളെ പാതിരി പരിചയപ്പെടുത്തുന്നു. ജോലിയോടനുബന്ധിച്ച് അയാൾ നഗരത്തിൽ ഒരു ചെറിയ ചേരിയിൽ ഒരു വീട് വാടകയ്ക്കെടുക്കുന്നു. തൊട്ടടുത്ത വീട്ടിൽ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന 2 മുതിർന്ന സ്ത്രീകളുണ്ട്. അവിടെ 2 ചെറിയ കുട്ടികളുണ്ട്, 10-12 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. കൂടാതെ ജയ മുതിർന്ന പെൺകുട്ടിയുമുണ്ട്. വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളുടെ അകന്ന ഒരു ബന്ധുവാണ് ജയ. ജയ ചെറുപ്രായത്തിൽ അവിടെ എത്തിയതാണ്. ജയ വലുതായപ്പോൾ അവളെ അവരുടെ തൊഴിലിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ അവൾ അതിന് വഴങ്ങുന്നില്ല. ഒരിക്കൽ അവൾ രക്ഷപ്പെടുന്നതിനായി സത്യനാഥൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറുന്നു. തനിക്ക് ആ തൊഴിൽ ഇഷ്ടമല്ലെന്നും തന്നെ അവർ നശിപ്പിക്കുമെന്നും പറയുമ്പോൾ സത്യനാഥൻ ഇടപെടുന്നു. തനിക്ക് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പരിചയമുണ്ടെന്നും അവരെ വിളിച്ചു പറഞ്ഞാൽ 2 സ്ത്രീകളും അഴിക്കകത്താകുമെന്നും പറയുമ്പോൾ അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നു. സത്യനാഥൻ്റെ വീട്ടിലെ ചെറിയ അടുക്കള ജോലികളും മുറ്റം തൂക്കലുമൊക്കെയായി ആ 3 കുട്ടികളും അവിടെ കൂടുന്നു. സത്യനാഥൻ്റെ പെയിൻറ്റിങ്ങുകൾ കാണാൻ അയാളുടെ വീട്ടിലെത്തുന്ന വിജയൻ അവിടെ ഉണ്ടായിരുന്ന ജയയെ കാണുന്നു. ജയ അത്യാവശ്യം സുമുഖിയാണ്. അയാൾ അവൾക്ക് അയാളുടെ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നു. ജയയും സത്യനാഥനും തമ്മിൽ അടുക്കുന്നു. ചെറിയ കുട്ടികൾ സന്ധ്യയാകുമ്പോൾ സത്യനാഥൻ്റെ വീട്ടിൽ വന്നിരുന്നാണ് പഠിക്കുന്നത്. ജയ മോഡലായി ജോലി ചെയ്യുന്നു. തുറക്കാനിരിക്കുന്ന പുതിയ ഓഫീസിലേക്ക് വിജയൻ ജയയെ നിയമിക്കാൻ ആലോചിക്കുന്നു. ഇതിൽ അതീവ സന്തുഷ്ടയാണ് ജയ. ഈ അവസരം മുതലെടുത്ത് അയാൾ അവളെ അയാളുടെ ലൈംഗിക ഇച്ഛയ്ക്കായി പ്രാപിക്കുന്നു. അവൾ ഗർഭിണിയാകുന്നു. അയാൾ അവളോട് അബോർട്ട് ചെയ്യാൻ പറയുന്നു. മാത്രമല്ല, താൻ വിവാഹം ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുകൂടി പറയുന്നു. എന്നാൽ ഇവൾ വീണ്ടും വിവാഹം ചെയ്യുമല്ലോ എന്ന രീതിയിൽ
സംസാരിക്കുന്നത് കൊണ്ട് അയാൾ അവളെ തഴയുന്നു. അബോർഷൻ നടക്കുന്ന സമയത്ത് ലീവ് എടുക്കുമ്പോൾ പുതിയ ആളെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവൾ വീട്ടിലിരിക്കുന്നു. അവിടെയുള്ള 2 സ്ത്രീകളും കുത്തുവാക്കുകൾ പറയുന്നു. ഒടുവിൽ അവൾ അവരുടെ കൂടെ ജോലിക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മുല്ലപ്പൂ ചൂടി ടാക്സിയിൽ വീട്ടുമുറ്റത്തു നിന്ന് യാത്രയാകുന്നു. ഇക്കാര്യങ്ങളൊക്കെ സത്യനാഥൻ അറിയുന്നു. സത്യനാഥൻ്റെ മാനസിക നില തെറ്റുന്നു. നാശത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ജയ വഴിപിഴച്ചു പോയതിൽ അയാൾ വല്ലാതെ വിഷമിക്കുന്നു. അയാളുടെ ചിന്താരീതി തന്നെ മാറിപ്പോകുന്നു. ഏതു പെണ്ണും അവസരം വന്നാൽ വഴിപിഴച്ചു പോകുമെന്ന് അയാൾക്ക് തോന്നുന്നു. പിഴച്ച സ്ത്രീകളുടെ വഴി അയാൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. ആദ്യം അയാളുടെ അമ്മ, തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീകൾ, ഇപ്പോൾ ജയ. എല്ലാവരുടെയും കൃത്രിമ സ്നേഹപ്രകടനം, കുശലാന്വേഷണം ഒക്കെ സത്യനാഥനെ മാനസിക വിഭ്രാന്തിയിലെത്തിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് ആ കുട്ടികളിൽ ഒരാൾ എത്തുന്നു. തനിക്ക് ഇപ്പോൾ അവിടുത്തെ മുതിർന്ന സ്ത്രീകളെ മാത്രമല്ല ജയ ചേച്ചിയെയും ഭയമാണെന്ന് പറയുന്നു. അയാളുടെ ബാല്യത്തിലെ കുറ്റവാസന ഉയർത്തെഴുന്നേൽക്കുന്നു. അയാൾ കുഞ്ഞിനോട് പറയുന്നു, കുറച്ചുകൂടി വലുതാവുമ്പോൾ നിന്റെ ഈ ഭയം വീണ്ടും വലുതാകും. അത് പിന്നെ നിന്നെ കൂടുതൽ ഭയപ്പെടുത്തും. അതിനാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് അയാൾ അവളെ കുത്തിക്കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെ കട്ടിലിൽ കണ്ണുകളടച്ച് പുതച്ചു ഉറങ്ങുന്ന പോലെ കിടത്തുന്നു. അപ്പോൾ മറ്റേ കുട്ടി എത്തുന്നു. ആ കുട്ടിയെയും അയാൾ കൊല്ലുന്നു. എന്നിട്ട് ആ കുട്ടിയെയും അതുപോലെ തൊട്ടടുത്ത് ഉറങ്ങുന്നതായി കിടത്തുന്നു. ഈ സമയത്ത് വിജയനും സുഹൃത്തും അവിടേക്കെത്തുന്നു. 2 പെൺകുട്ടികളെ കണ്ട് അവർ ഇവരെ കൂടി തങ്ങളുടെ സ്ഥാപനത്തിൽ മോഡലുകളായി നിർത്താമെന്ന് പറയുന്നു. സത്യനാഥൻ അവരെ 2 പേരെയും വധിക്കുന്നു. ഇതാണ് സത്യനാഥൻ ജയിലിലെത്താനുള്ള കാരണം. ഈ 3 ചിത്രങ്ങളും ഒരേ രീതിയിലുള്ള തിരക്കഥയാണെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഒരു തിരക്കഥ എഴുതുമ്പോൾ പ്രേക്ഷകരുടെ സഹതാപം പിടിച്ചു വാങ്ങാനായി ചില കഥാപാത്രങ്ങളെ സൃഷ്ടി നടത്തുന്ന രീതിയുണ്ട്. അത്തരത്തിലുള്ള രീതിയാണ് താഴ്വാരത്തിലും സതയത്തിലും കാണാനാവുന്നത്. എന്നാൽ ഉത്തരത്തിൽ അങ്ങനെയല്ല. ഉത്തരത്തിൽ കഥാപാത്രങ്ങളുടെ മിടുക്കിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. മിടുക്കെന്ന് പറയുമ്പോൾ വില്ലനെ ഇടിച്ചിട്ട് മുന്നേറുന്ന നായകനും ബുദ്ധിപരമായ അന്വേഷണത്തിലൂടെ മുന്നേറുന്ന കഥാപാത്രങ്ങളും ഒക്കെയുണ്ട്. ഇത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ അന്വേഷണ ബുദ്ധി കാണിച്ച് പ്രേക്ഷകരെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ചിത്രത്തേക്കാൾ മികച്ച കഥാമൂല്യം ഉത്തരത്തിനുണ്ട്. സഹതാപം സാധാരണ ഒട്ടുമിക്ക എഴുത്തുകളിലും പതിവാണ്. എന്താ ആരുടെ മാരേജ് ആണ്? ഏതോ ഭാഗ്യം ചെയ്തവർ. ബല, അവർ ഭാഗ്യം ചെയ്തവരാണെന്ന് നീ പറഞ്ഞു. എന്താ, നീ ഭാഗ്യം ചെയ്തോളല്ലേ?
ബേല, ഒരിക്കൽ നിന്നെ ഞാൻ ആ വേഷത്തിൽ കാണും.